അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരിമാർക്ക് ഇന്ന് ലജ്ജ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു. ലജ്ജ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ്റെ ജീവിതം മൃഗീയമായിരിക്കും. മൃഗത്തെക്കാൾ അധപ്പതിച്ച ഒരു ജീവിതമായിരിക്കും. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കർണ ഫി ബുയൂത്തികുന്ന വലാ തബറുജുന തബറുജൽ ജാഹിലിയത്തിൽ ഊല. നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നും അതോടൊപ്പം വലാ തബറുജുന തബറുജൽ ജാഹിലത്തുൽ ഹൂല, ജാഹിലിങ്ങളായ സ്ത്രീകളെപ്പോലെ ഇങ്ങനെ പ്രദർശനം. നോക്കൂ എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാർ ഇത്തരത്തിലുള്ള പൊതുരംഗത്ത് ഇത്തരത്തിലുള്ള പ്രദർശനങ്ങളൊക്കെ തീർച്ചയായും ഈ രീതിയിൽ ഒരു ഈമാനോട് കൂടി മരിക്കണമെന്ന് തോന്നുന്നവർക്ക് ഒരിക്കലും സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനെ നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഈ ഒരു ലജ്ജയില്ലാത്തൊരു സ്ഥിതിയിലായി കണ്ടാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിം, അവരുടെ മേലെ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, അവർക്ക് സ്വർഗം ഹറാമാണ് എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞത് ഒന്ന് മുദ്മിനുൽ ഖംർ, അതുപോലെ വാക്കുൽ വാലിദൈനി, അതുപോലെ ദയ്യൂസ്, ഈ മൂന്ന് വിഭാഗങ്ങൾ. അതായത് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വീട്ടിലെ ഉമ്മമാർ, പെങ്ങന്മാർ ലജ്ജയില്ലാത്ത വൃത്തികെട്ട പല പ്രവർത്തികൾ ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക, അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ കണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. മക്കൾക്ക് കൂട്ടു നിൽക്കുന്നവർ, ഭാര്യമാർക്ക് കൂട്ടു നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരൊക്കെ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചവരെ കൂടെ കൂട്ടുനിന്ന് അവരിൽ നിന്ന് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകുമെങ്കിൽ അള്ളാഹുവിനടുക്കൽ അത് വലിയ കുറ്റകരവും മാത്രമല്ല, നമുക്കിത് നാളെ നമ്മുടെ പരലോക നഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ സഹോദരന്മാരൊക്കെ ഇത് ഗൗരവത്തിന് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ലജ്ജ എന്നുള്ളത് ഈമാൻ്റെ ഭാഗമാണ്. ഒരാൾക്ക് ലജ്ജ എന്നുള്ളത് ലാ യഅതി ഇല്ലാ ബിഖൈർ, അത് ഖൈറിനെ അല്ലാതെ കൊണ്ടുവരികയില്ല. മനുഷ്യനിക്ക് ലജ്ജ നഷ്ടപ്പെട്ടാൽ എന്തും ചെയ്യുമല്ലോ. നോക്കൂ, വല്യമ്മമാരൊക്കെ വീട്ടിലെ ഒരു മക്കൾക്കും പേരമക്കൾക്കൊക്കെ ഒരു മാർഗദർശികളാകേണ്ടവർ, മാതൃകയാകേണ്ടവർ, അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഇങ്ങനെ തുള്ളിച്ചാടി കളിച്ച് ഇങ്ങനൊരു ജീവിതമായാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള തിന്മകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാനും പാടില്ല. മുൻകറം ഫൽയുഗയ്യിർ ബിയദിഹി, ഒരു തിന്മ കാണുമ്പോൾ അതിൻ്റെ കൈ കൊണ്ട് തടുക്കാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. അതിനെൻ്റെ ഉത്തരവാദിത്വമാണ്. ഫൈലം യസ്തത്തി, നിനക്കത് സാധ്യമല്ല ഫബിൽ ലിസാൻ, നാവ് കൊണ്ടെങ്കിലും എതിർക്കണം. നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇത് വിരോധിക്കാൻ കഴിയുമോ ആ രീതികളിലൊക്കെ നാം ഉപയോഗിക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ ഫബി ഖൽബ്, ഖൽബ് കൊണ്ടെങ്കിലും ഒരു വെറുപ്പ് വേണമെന്നാണ്. നോക്കി എന്ത് ലജ്ജകെട്ട പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ സഹിച്ചു നിൽക്കണമെന്നാണ്. ഏതെങ്കിലും ഉസ്താദന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ അവരെക്കുറിച്ച് തിരി പറയുക, അവരെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും അവർക്കെതിരെ വീഡിയോകൾ ഇറക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ വീഡിയോ ഇറക്കുന്നത് കൊണ്ടോ ആർക്കും വിഷമോ സങ്കടമോ ഒന്നുമില്ല. അതിന് കൂടുതൽ വീഡിയോകളും ഉസ്താദന്മാരുടെ ഭാഗത്തുണ്ട്. കാരണം ഈ പറയുന്നതിൽ നമുക്കിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ എത്ര നല്ല വിഷയങ്ങളുണ്ട്. ലജ്ജയില്ലാത്ത പ്രവൃത്തികൾ നമ്മുടെ സഹോദരിമാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ വീട്ടിലെ മക്കളും നമ്മുടെ വീട്ടിലെ സഹോദരിമാർ ഇതിലൊന്നും കിട്ടാൻ പാടില്ല. അവർ നമ്മുടെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് വരേണ്ടവരാണ്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ്. ഇന്നല്ലെങ്കിൽ നാളെ എത്ര മരണങ്ങളാണ്, നിരന്തരമായി മരണവാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലോ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തിക്ക് ഒരു കുറവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.